ക്യാമറയേക്കാൾ അക്ഷരങ്ങളെയും നിറങ്ങളെയും സ്നേഹിച്ച് വാക്കുകളിലൂടെയും വരകളിലൂടെയും തൻ്റെ ലോകം പ്രകാശമാക്കിയ സിനിമയിലെ അച്ഛൻ എന്ന വൻമരത്തിൻ്റെ തണലിൽ ഒതുങ്ങാതെ സ്വന്തം സർഗാത്മകത കൊണ്ടും കഠിനാധ്വാനം കൊണ്ടും സ്വന്തമായ ഒരിടം വെട്ടിത്തെളിച്ച പെൺകുട്ടി. എന്തു പറഞ്ഞാലും വിവാദമാകുന്ന കാലമായതുകൊണ്ട് തന്നെ സാമൂഹിക മാധ്യമങ്ങളിലെ അഭിപ്രായങ്ങളെയും വിമർശനങ്ങളെയും കാര്യമാക്കാറില്ലെന്നും അവയെ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കില്ലെന്നും തിരിച്ചറിവുള്ളൊരു പെൺകുട്ടി. ആത്മവിശ്വാസമുള്ള പുതിയ തലമുറയുടെ പ്രതിനിധി. സിനിമയിലേക്കുള്ള യാത്രയ്ക്കും മുൻപേ സാഹിത്യത്തിലും കലാരംഗത്തും വ്യക്തിമുദ്ര പതിപ്പിച്ചവൾ. ഇന്ത്യൻ സിനിമാ ലോകത്തെ പ്രകാശഗോപുരമായ മലയാളികളുടെ പ്രിയപ്പെട്ട ലാലേട്ടൻ്റെ അച്ഛൻ്റെ പ്രിയപ്പെട്ട മകൾ മായക്കുട്ടി വിസ്മയ മോഹൻലാൽ. 1991 തിരുവനന്തപുരത്താണ് വിസ്മയയുടെ ജന്മം. ഇന്ത്യയിലും വിദേശത്തുമായി വിദ്യാഭ്യാസം നേടി. തിയേറ്റർ ആർട്സ്, സിനിമ തുടങ്ങിയ ക്രിയേറ്റീവ് മേഖലകളിൽ കൂടുതൽ താല്പര്യമുള്ളവൾ കലാരംഗത്ത് കൂടുതൽ അറിവ് നേടാനും സ്വയം വളരാനും ശ്രമിച്ചുകൊണ്ടേയിരുന്നു. അതിനിടയിൽ എപ്പോഴോ മനസ്സിൽ കയറിക്കൂടിയ അഭിനയം എന്ന സ്വപ്നം. ഉള്ളിൽ അഭിനയം ഒരു ഫയറായും ഡിസയറായും കൊണ്ടു നടന്ന വൺ ഓഫ് ദി ഫൈനസ്റ്റ് അഭിനേതാവായ മലയാളത്തിൻ്റെ മഹാനടനോട് സ്വന്തം അച്ഛനോട് അഭിനയിക്കണമെന്ന ആഗ്രഹം പറയാൻ മടിച്ച പെൺകുട്ടി. ആഗ്രഹം ആദ്യം പറഞ്ഞത് സഹോദരനോട്. മകളുടെ ആലോചിച്ചുറപ്പിച്ച തീരുമാനത്തെ അതേ ഇഷ്ടത്തോടെ അംഗീകരിച്ച മാതാപിതാക്കൾ. ബാല്യത്തിലെ ഉള്ളിൽ പൂവിട്ട എഴുത്തിനോടും ചിത്രകലയോടുമുള്ള പ്രണയമാണ് 2021 ഫെബ്രുവരി 14 ഗ്രെയിൻസ് ഓഫ് സ്റ്റാർഡസ്റ്റ് എന്ന കവിതാ സമാഹാരമായി പുറത്തു വന്നത്. സ്വന്തം വരികളും വർണ്ണങ്ങളും കോർത്തിണക്കിയ ഈ പുസ്തകം വിസ്മയ എന്ന കലാകാരിയുടെ സർഗശേഷിയുടെ മനോഹരമായ അടയാളപ്പെടുത്തലാണ്. പ്രശസ്തിയുടെ വെളിച്ചത്തിൽ നിന്ന് വിട്ടുനിൽക്കാൻ ആഗ്രഹിക്കുമ്പോഴും സ്വന്തം കഴിവുകൊണ്ട് ശ്രദ്ധ നേടിയ വ്യക്തിത്വമാണ് വിസ്മയ മോഹൻലാൽ. ഏതൊരു താരപുത്രിയെയും പോലെ വളരെ എളുപ്പത്തിൽ സിനിമയുടെ ചുവന്ന പരവതാനിയിലേക്ക് നടന്നു കയറാമായിരുന്ന വിസ്മയ തിരഞ്ഞെടുത്തത് പ്രശസ്തിയുടെ ആർഭാടങ്ങളില്ലാത്ത സ്വന്തം സ്വപ്നങ്ങളുടെ വഴിയായിരുന്നു. ബിസിനസ് സ്റ്റഡീസും ആർട്ട് ഹിസ്റ്ററിയും പഠിച്ചിറങ്ങിയ വിസ്മയ ലൈം ലൈറ്റിൽ നിന്ന് മാറി നിന്ന് തൻ്റെ കഴിവുകളെ മിനുക്കിയെടുക്കാൻ സമയം കണ്ടെത്തി. ഫിറ്റ്നസിനോടും ആയോധന കലയോടുമുള്ള പ്രണയം അവരെ എത്തിച്ചത് തായ്ലൻഡിലാണ്. തായ് ബോക്സിംഗിൽ കഠിന പരിശീലനം നേടി വിസ്മയ എല്ലാവരെയും അമ്പരപ്പിച്ചു. ചേട്ടൻ പ്രണവ് മോഹൻലാൽ ക്യാമറയ്ക്ക് മുന്നിൽ നായകനായി തിളങ്ങിയപ്പോൾ വിസ്മയയ്ക്ക് താല്പര്യം ക്യാമറയ്ക്ക് പിന്നിലെ കാഴ്ചകളോടായിരുന്നു. അച്ഛൻ മോഹൻലാൽ 2014 ആദ്യമായി സംവിധാനം ചെയ്ത ബറോസ് എന്ന ചിത്രത്തിൽ അസിസ്റ്റന്റ് ഡയറക്ടറായി പ്രവർത്തിച്ചുകൊണ്ട് വിസ്മയ സിനിമയുടെ നിർമ്മാണ വഴികളും പഠിച്ചെടുത്തു. 2025 ഒക്ടോബർ 30 കൊച്ചിയിൽ നടന്ന പൂജാ ചടങ്ങോടെ ലോഞ്ച് ചെയ്ത സംവിധായകൻ ജൂഡ് ആന്റണിയുടെ തുടക്കം എന്ന ചിത്രത്തിലൂടെ അഭിനയ രംഗത്തേക്കും അരങ്ങേറ്റം കുറിച്ചിരിക്കുകയാണ് വിസ്മയ. പ്രശസ്തിയുടെ തണൽ വഴികളിൽ വിശ്രമിക്കാതെ സ്വന്തം വേരുകൾ മണ്ണിൽ ആഴ്ത്തിയിറക്കി തൻ്റേതായ ഇടം കണ്ടെത്തുന്ന പുതിയ തലമുറയ്ക്കൊരു മാതൃകയാണ് വിസ്മയ. അക്ഷരങ്ങളിലൂടെയും വർണ്ണങ്ങളിലൂടെയും മനസ്സ് തുറന്ന ആയോധന കലകളിലൂടെ മനസ്സിനും ശരീരത്തിനും കരുത്ത് നേടിയ ഈ കലാകാരി ക്യാമറയ്ക്ക് പിന്നിലെ അനുഭവ സമ്പത്തുമായാണ് ഇപ്പോൾ ക്യാമറയ്ക്ക് മുന്നിലേക്ക് എത്തുന്നത്. തുടക്കം എന്ന സിനിമയിലെ ഓരോ നിമിഷവും അവരുടെ സർഗാത്മക യാത്രയിലെ പുതിയൊരു നാഴികക്കല്ലാണ്. ലാലേട്ടൻ്റെ മായക്കുട്ടിയിൽ നിന്ന് മലയാള സിനിമയുടെ സ്വന്തം വിസ്മയയിലേക്കുള്ള ഈ യാത്ര കേവലം ഒരു തുടക്കം മാത്രമാണ്. പേരിനൊപ്പമുള്ള പ്രശസ്തിയേക്കാൾ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിക്കാണ് മൂല്യമെന്ന് തെളിയിക്കുന്ന ഈ കലാകാരിയുടെ യാത്ര ഇവിടെ തുടങ്ങുന്നതേയുള്ളൂ. ഇനിയും വലിയ വിസ്മയങ്ങൾ തീർക്കാൻ വിസ്മയ എന്ന പെൺകുട്ടിക്ക് സാധിക്കട്ടെ. അവരുടെ പുതിയ തുടക്കത്തിന് നമുക്കൊപ്പം നേരാം ആശംസകൾ. നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ. ഈ ചെറിയ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ദയവായി ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. താങ്ക് യു.